റേഷൻ കട വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, പൊതുവിതരണത്തെ തകർക്കുന്ന നടപടിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികൾ കൊച്ചി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സമരത്തിന്റെ ഉദ്ഘാടനം ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ഇസഹാക്ക് നിർവഹിച്ചു. ജനുവരി 27 മുതലാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നത്. ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം നടപ്പാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക, റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി കൊച്ചി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. ഷിബുദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ഇസഹാക്ക് ഉദ്ഘാടനം ചെയ്തു. 7 വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ ഇപ്പോൾ ഈ പോസ്റ്റിന്റെ രീതിയിലുള്ള വിതരണവും അന്ന് ഉണ്ടാക്കിയ ഒരു വേതന പാക്കേജും അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ അദ്ദേഹം പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ അപാകതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് ന്യായമായ ഒരു വേതനം ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വർഷങ്ങൾ 7 കഴിഞ്ഞു. ആ 7 വർഷത്തിനുള്ളിൽ 5 ഘട്ട സമരം വ്യാപാരികൾ ചെയ്തു. 1966 വന്ന റേഷനിങ് നിയമം അന്ന് മുതൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയും ഭക്ഷ്യഘടനയും പിടിച്ചു നിർത്തുന്ന ഈ വ്യാപാരികളെ ദ്രോഹിക്കാനാണ് നിങ്ങളുടെ നടപടിയെങ്കിൽ നിങ്ങൾ അതിനൊരു വലിയ വില കൊടുക്കേണ്ടി വരും. വ്യാപാരികൾ എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും ഈ സമരം വിജയിപ്പിച്ചേ തീരൂ. ഇത് വെറുതെ വ്യാപാരികൾ സർക്കാരിനെതിരെയുള്ള സമരമല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. MR സണ്ണി, PG അനീഷ്, MB ബഷീർ, PC സുനിൽകുമാർ, ഷിബു പത്രോസ്, TS ജോൺസൺ, MU അഷ്റഫ്, TK മോഹൻദാസ്, TM നാസമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ചില വ്യക്തികൾ ഒഴിഞ്ഞു നിൽക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലേ ഈ സമരം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പേടികൊണ്ടാണ് ഈ മാറി നിൽക്കുന്നത് തന്നെ. നമ്മൾ ഈ സമരം നടത്തുന്നത് സഖ് പറഞ്ഞവരെ സർക്കാരിനെ അട്ടിമറിക്കാനില്ല, നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് എത്രയോ നിവേദനങ്ങൾ, എത്രയോ സമരങ്ങൾ നമ്മൾ നടത്തി, കാലുപിടിച്ച്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്, ഇന്നലെ വരെ 50 ലക്ഷം കാർഡുകാർ വാങ്ങിച്ച്, ഈ ഒരു കാർഡുകാരൻ എല്ലാം വാങ്ങിച്ചോ. PHHന്റെ അരി 12-ാം തീയതി 15-ാം തീയതിക്ക് ഇപ്പുറം ഒരു കടയിലും സ്റ്റോക്ക് ഉണ്ടായിട്ടില്ല. ഈ ഭക്ഷ്യ കമ്മീഷൻ അറിഞ്ഞില്ല. ഇത് കേരളത്തിലെ റേഷൻ വ്യാപാരികളോട് സർക്കാർ കടുത്ത അവഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2025 ഫെബ്രുവരി 16 അരുക്കുറ്റി പാതുവാപുരം പള്ളിയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ 103ാമത് തിരുനാൾ. 2025 ഫെബ്രുവരി 11 മുതൽ 16 വരെ, 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നവനാൾ. 8, 9, 10 തീയതികളിൽ റവറന്റ് ഫാദർ ജിനു പള്ളിപ്പാട്ട് നയിക്കുന്ന ധ്യാന ശുശ്രൂഷ. 23-ന് 8-ാം ഇടം.